സേനാപതി വേണു ഈ മോദി പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ കേന്ദ്ര സർക്കാരിനെതിരായ നീക്കം? കേന്ദ്ര സർക്കാർ വിശദമാക്കി. പീയൂഷ് ഗോയൽ പാർലമെന്റിലും പറഞ്ഞു കഴിഞ്ഞു, കാർഷിക മേഖലയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കുകയില്ല, രാജ്യ താൽപര്യങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഈ കരാർ വരാൻ പോകുന്നത് എന്ന്. എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിന് അവിശ്വാസം? അല്ല, പീയൂഷ് ഗോയൽ പറഞ്ഞതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം എന്ന് തന്നെ വിചാരിക്കുക. അവിടെ US അഗ്രികൾച്ചർ സെക്രട്ടറിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യൻ കാർഷിക വിപണി തുറന്നു കിട്ടും എന്നുള്ളതാണ്. ഇന്ത്യൻ കാർഷിക വിപണി തുറന്നു കിട്ടും എന്നുള്ളത് നമുക്കറിയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണി തുറന്നു കിട്ടിയാൽ 140 കോടി ജനങ്ങളുടെ മാർക്കറ്റാണ്. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഇല്ലെങ്കിൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം ചേർന്നാൽ പോലും ഇത്രയും ഒരു പോപ്പുലേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എക്കണോമിക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാർ വെച്ചു. അവിടെ 26 രാജ്യങ്ങൾ ഈ കരാറിൽ ഒപ്പിടുമ്പോഴും അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയുടെ പകുതിയേ വരുള്ളൂ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ അവസരം ഒന്ന് തുറന്നു കിട്ടിയിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ വിപണി. അപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു കാർഷിക മേഖലയുടെ ഇപ്പോഴുള്ള ഒരു പരിമിതി എന്താ? നമ്മൾ മോഡേണൈസേഷന്റെ പാതയിലാണ്. ഇപ്പോൾ പഞ്ചാബിലോ ഹരിയാനയിലോ ചെന്നാൽ ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുന്നു. പക്ഷേ ആന്ധ്രയിലും കർണാടകത്തിലും നമ്മളിപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുന്ന കൃഷിക്കാരനെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള പരിമിതമായ ഒരു ലാഭമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൃഷി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒരു കണക്കുമില്ലാതെ ഇതിങ്ങനെ കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പരമ്പരാഗത കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. രണ്ട്, ക്ഷീരമേഖല ഉണ്ടാവില്ല എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. പാർലമെന്റിൽ തന്നെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. കാർഷിക മേഖല തുറന്നു കൊടുത്തിട്ടില്ല, ക്ഷീരമേഖല തുറന്നു കൊടുത്തിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് ഇത് അവിശ്വസിക്കുന്നു? അമേരിക്കയുടെ വാദം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിന്റെ ട്വീറ്റിലും ഉണ്ടായിരുന്നു. ശരിയാണ്, കാർഷിക മേഖലയും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയല്ലോ, ഇതാണ് കാർഷിക മേഖല ഉണ്ടാവില്ല, ക്ഷീരമേഖലയും ഉണ്ടാവുകയില്ല എന്ന്. ഞാൻ അപ്പോഴാണ് നമ്മുടെ ചോദ്യം വീണ്ടും വരുന്നത്. രണ്ടു പേർ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കരാറിലെ ഒരു കക്ഷി പറയുകയാണ് ഇന്നതാണ് വ്യവസ്ഥ എന്ന് പറയുന്നു, അടുത്ത കക്ഷി പറയുന്നു വ്യവസ്ഥ ഇതല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനകത്ത് ദുരൂഹതയുണ്ടല്ലോ. വ്യവസ്ഥ ക്ലിയർ ആണെങ്കിൽ രണ്ടുപേരും പറയണമല്ലോ, ഞാൻ 50,000 രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്, ഞാനും പറയണം, അടുത്ത കക്ഷിയും പറയണം. ഇത് അമേരിക്ക പറയുന്നു വിപണി തുറന്നു കിട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ പോകുന്നു, അതിൻ്റെ അകത്ത് ക്ഷീരമേഖലയും കൂടി ഉൾപ്പെടുത്താൻ പോകുന്നു. നമുക്കറിയാം, അമേരിക്കയിലൊക്കെ ക്ഷീരകൃഷി എന്ന് പറഞ്ഞാൽ വലിയ വ്യവസായമാണ്. ഫാമുകൾ 1000, 2000, 3000 കന്നുകാലികളെ ആധുനിക രീതിയിൽ വളർത്തുന്നു. അവരെ കറവയന്ത്രം ഉപയോഗിച്ച് പാല് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പരമ്പരാഗതമായി 4 കന്നുകാലിയോ 10 കന്നുകാലിയോ വീടിന്റെ പിറകിലോ പിന്നാമ്പുറത്തോ വളർത്തി അതിന് തീറ്റ ഇട്ട് കൊടുത്ത് ആ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരനാണ് പാലും മോരും നെയ്യും ഒക്കെ വിറ്റ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇത് ഇങ്ങനെ തുറന്നു. ഇപ്പം പീയൂഷ് ഗോയലിനെ നമ്മൾ അവിശ്വസിക്കുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു വിവരം എന്താ? അത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്ക ഈ കരാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിങ്ങനെ അവർ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതിന്റെ അതേ വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തുവിടുന്നില്ല? അങ്ങനെ രഹസ്യങ്ങൾ ഈ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.